ഉപജില്ലാ കലോത്സവത്തിൽ എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഒരു നമ്മുടെ ഈ നാട്ടുകാരനായിട്ടുള്ളൊരു അതിഥിയാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ അഷ്റഫ് ഇക്ക, എന്താണ് കലോത്സവ വേദികളിൽ ഇപ്പോൾ ഇന്ന് രാവിലെ എത്തിയതായിരിക്കും അല്ലേ? അത് ഇന്ന് രാവിലെ എത്തിയതാണ്. സത്യത്തിൽ എൻ്റെ നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാമല്ലേ. സാധാരണ നമ്മൾ സബ് ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് നാട്ടിൽ ഉണ്ടാവാറില്ല, പ്രോഗ്രാമായിട്ട് പല നാട്ടിലായിരിക്കും. ബൈ ചാൻസ് ഇപ്രാവശ്യം എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളെ ചെറുപ്പത്തിലേക്ക് പോവുകയാണ്. ഞാനും കലോത്സവങ്ങളിലെ ഒരു സ്റ്റേറ്റ് വിന്നറാണ്, അതുപോലെ യൂണിവേഴ്സിറ്റി വിന്നറാണ്. അപ്പോൾ എനിക്ക് കലോത്സവത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളെ തീർച്ചയായും നമ്മൾ ചെറിയ കുട്ടിയായി മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കലോത്സവത്തിൽ വന്നപ്പോൾ എൻ്റെ നാട്ടിലൊരു ഉത്സവമാണ് നടക്കുന്നത്. നാട്ടുകാരും ടീച്ചേഴ്സും അതുപോലെ തന്നെ എല്ലാവരും സംഗമിച്ചുകൊണ്ടുള്ള വലിയൊരു ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് 3 ദിവസത്തോളമാണ് പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് എന്തുകൊണ്ട് ഇതിലൊരു സംസാരിക്കേണ്ട ആളാണ്. കാരണം വെച്ചാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ മെസ്സേജാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാറ്. കാരണം എൻ്റെ കഴിവ്, എനിക്ക് കിട്ടിയ മിമിക്രിയുടെ കഴിവ് ഞാൻ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ എൻ്റെ മകളാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്നത്. അത് കഴിഞ്ഞ് മകളിപ്പോൾ MBBS ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എൻ്റെ മകനുണ്ട് ഐഡിയൽ കടകശ്ശേരിയിൽ പഠിക്കുന്നത്. അവനിപ്പോൾ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റ് വിന്നറാണ്. ഇപ്രാവശ്യം സബ് ജില്ല കഴിഞ്ഞ് വിൻ ചെയ്ത് ജില്ലയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം കലോത്സവത്തിൻ്റെ ആ ഒരു കാലഘട്ടം സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മക്കളിലൂടെ കലോത്സവത്തിലെ എല്ലാ വേദിയിലും ഇപ്പോൾ 7 വർഷമായിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റിൽ പോകുന്നുണ്ട്. ഈ വർഷവും ഞാൻ പോകും സ്റ്റേറ്റിൽ മക്കളുടെ കൂടെ. അപ്പോൾ കല എന്ന് പറഞ്ഞൊരു സംസ്കാരമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫ്രീസ് ചെയ്യുന്നതാണ് ശരിക്കും നമ്മളെ മനസ്സിനെ മാറ്റിമറിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ പാരൻസും കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. കാരണം വരും തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കണം. മാത്രമല്ല ഇവിടുത്തെ സംഘാടനയ്ക്ക് അടിപൊളിയായിട്ടോ, സൂപ്പറായിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങളെ ചാനൽ കവറേജ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. NCV പൊന്നാനിൽ അറിയപ്പെടുന്ന, പൊന്നാനിലെ കറക്റ്റ് എന്തൊക്കെ നടക്കുന്നുണ്ട് അത് ലോകത്തെ അറിയിക്കുന്ന ഏറ്റവും വലിയൊരു ചാനലാണ് നിങ്ങളെല്ലാ പ്രവർത്തകരും. അപ്പോൾ വളരെ സന്തോഷം. എനിക്കിങ്ങനൊരു എന്താ പറയുക, നിങ്ങളോട് സംഗമിക്കാൻ കഴിഞ്ഞാൽ, സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. സൂപ്പറായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇക്കനെ അങ്ങനെ പെട്ടെന്ന് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാണിക്കാം. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് കാണിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പെട്ടെന്നൊരു മിമിക്രി ചെയ്യാൻ പറ്റിയ ക്രൗഡിൻ്റെ ശല്യം, ശബ്ദ ബഹളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ കലാഭവൻ മണിച്ചേട്ടൻ നമ്മളെ ഒരു പ്രോഗ്രാമിൽ സബ് ജില്ലാ കലോത്സവത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇൻഫർമേഷൻ എങ്ങനെയായി കൊടുക്കുന്നത്? അത്രയും കറക്റ്റ് ആയിക്കോണമെന്നില്ല, അത് പബ്ലിക് പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ കല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്, നമ്മുടെ ശരീരമാണ്. നമ്മൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക. പാട്ട് പാടുന്നവർ പാട്ട് പാടുക, മിമിക്രി അവതരിപ്പിക്കുന്നുണ്ട് മിമിക്രി അവതരിപ്പിക്കുക. ഞാൻ 2 പാട്ട് പാടാം. വാരിക്കച്ചക്കട ചുള കണക്കിന് തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടും കണ്ടടി ഞാനൊരു മിന്നായോ ചാട്ടുള്ളി മുന്നത്തുള്ളക്കിണ് മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടറിന് വയറെറിയൻ ഇടികുടങ്ങണ് നെഞ്ചിലടി. താങ്ക് യു. എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ NCV പ്രേക്ഷകരുടെ നേരെ കുറച്ച് നേരം അതായത് ഒരുപാട് സന്തോഷം. താങ്ക് യു.